ഉണ്ണേട്ടാ, സാവിത്രി കുട്ടിയോ? സോറി, വെരി സോറി. എന്നെ വേണമെങ്കിൽ രണ്ട് തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. അത് കഴിഞ്ഞ് ഞാൻ പറയാം. ബെസ്റ്റ് ഓഫ് ലക്ക്. പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ ഭാഗ്യം വരട്ടെ. ഉണ്ണേട്ടാ, ഇവിടെ ഇപ്പൊ ആരുമില്ല. ലോൺലി അറ്റ്മോസ്ഫിയറിൽ എന്റെ അടുത്ത് വരാൻ നിനക്ക് ഭയമില്ലേ? എന്തൊക്കെ ഉണ്ണേട്ടാ ഈ പറയുന്നേ? എയർപോർട്ടിൽ വരാൻ പറ്റാതിരുന്നതിനുള്ള കാരണം അമ്മയോടും അമ്മാവനോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉണ്ണേട്ടിനും മനസ്സിലാവില്ലേ? ഞാനങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോ. വേണ്ട സാവിത്രിക്കുട്ടി, ഈ പരിഭവവും പിണക്കവും ലോജിക്കും ആസ്വദിക്കാനുള്ള പ്രായം എനിക്ക് കടന്നുപോയി. അതിനുള്ള മൂടുമില്ല. ഏകാന്തതയിൽ ഉണ്ണിയേട്ടനെ കാണുമ്പോൾ മാത്രം ഭയം. അലറിക്കരയുന്ന അച്ഛന്റെ ഫ്ലാഷ് ബാക്ക് വരും പോലും. FRCS-ഉം ലോകത്തിലെ ഏറ്റവും മികച്ചൊരു സൈക്കോളജി ഡിപ്ലോമയുമുള്ള ഞാനിതൊക്കെ വിശ്വസിക്കണം. നിന്റെ കൺമുമ്പിൽ വെച്ച് അച്ഛനെ വെട്ടിക്കൊന്നവനെ ഏകാന്തതയിൽ കാണാൻ പേടിയില്ലേ? അവനെ ലാളിക്കാം, മടിയിലിരുത്താം, താലോലിക്കാം. പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ പ്രയോഗിച്ച് മെഡിക്കൽ പ്രൊഫഷണൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. അപ്പോഴൊക്കെ നിന്റെ ഫ്ലാഷ് ബാക്ക് എവിടെ? ഇതൊരു തരം രോഗമാണ്. ഇത്തരം ഒരു രോഗിയെ എനിക്ക് എന്റെ ലൈഫിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വയ്യ. വേണ്ട. വില്ലൻ തഴുകിയാലേ ചിലർക്ക് ഓർഗാസം വരും. പെർവർട്ടഡ് നിഫോമേനിയ. നീ അതാ. വലിയ കുടുംബത്തിൽ പിറന്നതുകൊണ്ടോ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടോ ഇൻബോൺ ക്യാരക്ടർ ഇല്ലാതാക്കാൻ കഴിയില്ല. മൂടി വെക്കാൻ കഴിയും. ഇപ്പൊ മൂടി തുറന്നു. ഇത്തരക്കാരെ വിളിക്കാൻ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു വൃത്തികെട്ട പേരുണ്ട്, തേവിടിശി. ഡോക്ടർ സാറേ, ഒന്ന് നിന്നേ. ഞങ്ങളുടെ അരവിന്ദൻ സാറിനെ രക്ഷിച്ചതിന് നന്ദി. മാപ്പ് ചോദിക്കുന്നില്ല. ഏതാപത്തി ചെന്ന് പെട്ടാലും കുഞ്ഞിനെ ദൈവം രക്ഷിക്കും. പോട്ടെ. സാവിത്രിക്കുട്ടി, ഉണ്ണിക്ക് 1 മാസമേ ഉള്ളൂ ലീവ്. പോകുന്നതിന് മുമ്പ് അവന്റെ വിവാഹം നടക്കും. ഈ വീട്ടിൽ വെച്ചല്ല, ഇത് നിന്റെ വീടാ. ഞാനും ഉണ്ണിയും പുഴക്കരയുള്ള പുത്തൻ വീട്ടിലേക്ക് മാറുന്നു. ഇത് ദുർമരണം നടന്ന വീടാ. ഇവിടെ മംഗളകർമ്മങ്ങൾ പാടില്ലാന്നുണ്ടാവും. ഉണ്ണേട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. സൈക്കോളജിക്കൽ അനാലിസിസ് ഒക്കെ തെറ്റിയെന്ന് തോന്നിയാൽ എന്നെ വിളിക്കണം. ഞാൻ പ്രതീക്ഷിക്കും, കാത്തിരിക്കും. അതിന്റെ ആവശ്യമില്ല.
എടീ, ലക്ഷ്മിക്കുട്ടി എടീ, ഉരുമ്പട്ടവളെ. ഇനി നീ പടി ചവിട്ടി പോരുത്. കുടുംബദ്രോഹി. ലക്ഷ്മിക്കുട്ടി എന്താ ഇത്? നീ ഗുണം പിടിക്കാതെ പോട്ടെ. അച്ഛൻ കിടക്ക്.